സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മളെല്ലാവരും കണ്ടു കാണും, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട്. വളരെ നല്ല കാര്യം, വേറെ ഒന്നിനുമല്ല. നമ്മുടെ ബെറ്റിംഗ് ആപ്പും ഗാംബ്ലിംഗ് ആപ്പും പോലത്തുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് എല്ലാവരുടെ അക്കൗണ്ട് അടിച്ചു പോകുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് അഭിജിത്തിനെ പറ്റി. പുള്ളിക്കാരൻ ഇങ്ങനത്തെ സ്കാമുകളൊക്കെയാണ് കൂടുതലായിട്ട്, റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അതായത് ഈ ബെറ്റിംഗ് ആപ്പ്, ഗാംബ്ലിംഗ് ആപ്സ്, അങ്ങനത്തുള്ള ആപ്പുകളെ പറ്റിയും അത് പ്രൊമോട്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ പറ്റിയാണ് കൂടുതലായിട്ടും വീഡിയോസ് ചെയ്യുന്നത്. ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ സോഷ്യൽ മീഡിയ ഇന്നലെ യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും, കൂടുതലും പുള്ളിക്കാരൻ്റെ പേരാണ് കേട്ട് വന്നത്. അപ്പോൾ ഇന്ന് ബെറ്റിംഗ് ആപ്പോ ഗാംബ്ലിംഗ് ആപ്പോ അതിനെപ്പറ്റി റിലേറ്റഡ് വീഡിയോ അല്ല. പക്ഷേ എസ് അഭിജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്കൊന്ന് കാണാം. ും തട്ടിപ്പും വെട്ടിപ്പുമാണ്. ശരിക്കും നമ്മൾ സമ്പാദിക്കുന്ന ഒരു രൂപ പോലും വിശ്വാസയോഗ്യമല്ലാത്ത ഇടങ്ങളിൽ നിക്ഷേപിക്കാനോ ചെലവാക്കാനോ പാടില്ല. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. ബാങ്കിംഗ് സംബന്ധമായ നിക്ഷേപങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് IRDAI ആണ്. ഇത്തരം റെഗുലേറ്റഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളും ഇടപാടുകളായിരിക്കും ഏറ്റവും നല്ലത്. ഇത്തരം റെഗുലേറ്ററി ബോഡികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു പരിധിവരെ തട്ടിപ്പുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗമാണ്. പക്ഷേ ഏതൊരു നല്ല നിക്ഷേപം നടത്തുന്നതിന് മുന്നേ തീർച്ചയായും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ട ഗതികേടുണ്ടാവും. ഒരു മാസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ബൈസ്റ്റാൻഡർ ആയിട്ട്. ഈ കാണുന്ന വീഡിയോകളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് എടുത്തതായിരുന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഹോസ്പിറ്റൽ ചെലവുകൾ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അത് എടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഞാൻ എടുത്ത പോലെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എന്റെ ബയോയിലുള്ള ലിങ്കിൽ കയറി എടുക്കാവുന്നതാണ്. ഇതിൽ 400-500 രൂപ തൊട്ട് തുടങ്ങുന്ന 1 കോടി വരെ കവറേജ് തരുന്ന പ്ലാനുകളുണ്ട്. ഇന്ത്യയിലെ 51ഓളം പ്രമുഖ കമ്പനികളിൽ നിന്നുള്ള പ്ലാനുകൾ താരതമ്യം ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. നിങ്ങൾ ഇനി ഇന്ത്യക്ക് പുറത്തുള്ള ഒരു NRI ആണെങ്കിൽ 18%. കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. ഇത് വേറൊന്നുമല്ല, പോളിസി ബസാറിനെ പറ്റിയാണ് പ്രൊമോഷൻ ചെയ്യുന്നത് തന്നെ. ഈ പോളിസി ബസാർ എന്ന് പറയുന്നത് ലീഗലി ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഭവമാണ്. ഈ വീഡിയോ ഇട്ട ശേഷം ഈ വീഡിയോക്ക് തന്നെ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അമൽ ഗോപു, പുള്ളിക്കാരനെ എല്ലാവർക്കും അറിയായിരിക്കും. ഗാഡ്ജറ്റ് വൺ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ പുള്ളിക്കാരൻ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം കറണ്ട്ലി കാനഡയിൽ എന്തോ പഠിക്കാനോ എന്തോ ആവശ്യത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അതിനെന്തായാലും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അതായത് പോളിസി ബസാറിന് ഒരു സ്കാം എന്ന രീതിക്കാണ് വീഡിയോ റിയാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം. ഐ എക്സ്പോസ് സ്കാംസ്. ഇത് ഞാനിട്ടതല്ല, ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത സുഹൃത്തിട്ടതാണ്. പ്രൊഫൈലിൽ ബയോയിൽ കിടപ്പുണ്ട്. പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാംബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ അലവലാദികളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഉടായ്പകളെല്ലാം പൊക്കിയെടുക്കലാണ് പുള്ളിയുടെ പരിപാടി. എന്നാൽ ഇങ്ങനെ നല്ലത് മാത്രം ചെയ്ത് ഈ സമൂഹത്തിനെ രക്ഷിക്കാനും, ഗാംബ്ലിംഗ് എവിടെ കേട്ടാലും പുള്ളിയുടെ ഫേസ് ആയിരിക്കും പല ഇൻ്റർവ്യൂസിലും വരുന്നത്. കഴിഞ്ഞ ദിവസം അഭിജിത്ത് ഇട്ടൊരു വീഡിയോ ആണ് പോളിസി ബസാറിൻ്റെ ഒരു പ്രൊമോഷൻ. ആക്ച്വലി ഈ പോളിസി ബസാർ എന്ന് പറയുന്നത് ഒരു മൊട്ട സ്കാമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ട്രിവാൻഡ്രം സ്ലാങ് ആണ്. ഈ മൊട്ടൻ എന്ന് പറയുന്നത് ഒരു ബിഗ് സ്കാം. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവന്മാർ പൈസ തിരിച്ചു തരൂല, നിങ്ങൾക്ക് ക്ലെയിം കിട്ടൂല, ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് പോയി ഗൂഗിളിൽ പോയിട്ട് പോളിസി ബസാർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരും. ഇതൊന്നും പോരാഞ്ഞ് നമ്മൾ പോളിസി ബസാറിൻ്റെ തന്നെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ Q&A ഉണ്ടല്ലോ. Q&Aയിൽ ആളുകൾ വന്നിട്ടിട്ടുണ്ട്, ഐ വാസ് മിസ് ഗൈഡഡ് ബൈ പോളിസി ബസാർസ് ഏജന്റ്, ഐ നീഡ് മൈ മണി ബാക്ക്, എനിക്ക് ക്ലെയിം കിട്ടിയിട്ടില്ല, എൻ്റെ പൈസ തിരിച്ചു വരും, എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ ആളുകൾ കരയുന്നുണ്ട്. ഈവൻ ലിങ്ക്ഡിൻ ആവട്ടെ, quora.com ആവട്ടെ, റെഡിറ്റ് ആവട്ടെ, നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ എൻഡ്ലെസ് ആയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് കാണാൻ പറ്റും. റീഫണ്ട് കിട്ടാത്തത്, 2 വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടും ക്ലെയിം കിട്ടാത്തവരുണ്ട്, ഇഷ്ടം പോലെ എക്സ്പീരിയൻസസ്. പോളിസി ബസാർ ബേസിക്കലി ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അതൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ്. അതായത് പോളിസി ബസാർ വഴി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. എന്തിനാണ് പോളിസി ബസാർ വഴി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണേ? ഇപ്പം എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസുകൾ എപ്പോഴും പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് നല്ലൊരു ഇൻഷുറൻസ് മാത്രം എടുക്കുക. ടാറ്റ, HDFC ലൈഫ്, ഇതേപോലതൊക്കെ. ഞാൻ ഇന്ത്യയിലല്ല റിസൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ പേഴ്സണലി എടുത്തിട്ടുള്ളത് HDFC ലൈഫാണ്. അമൽ ഈ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു സ്കാം ആണെന്നാണ്. സ്കാം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന കുറേ റിവ്യൂസും, അതെങ്ങനെയാണ് സ്കാം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സ്കാം ആവുന്നത് എങ്ങനെയാണെന്ന്. അതിലെ റിവ്യൂസൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏജന്റ് പറ്റിച്ചു എന്നാണ്. ഏജന്റ് പറ്റിച്ചു എന്നും പറഞ്ഞ് ഒരു കമ്പനി എങ്ങനെയാണ് സ്കാം ആവുന്നത്? നമ്മളിപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ ഇപ്പം ഓൺലൈനായിട്ട് ഒരുപാട് ഓർഡർ ചെയ്യുന്നുണ്ട്. ഫുഡ് ഒരു കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് സ്വിഗ്ഗി വഴിയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സ്വിഗ്ഗി വഴി ഇവിടെ കൊണ്ട് തന്നു. സ്വിഗ്ഗിയിലെ ഡെലിവറി പാർട്ണർ നമ്മളോട് മോശമായ രീതിയിൽ പെരുമാറിയെന്നും പറഞ്ഞ് ആ കടക്കാരെന്തെങ്കിലും കുറ്റം ചെയ്തു? ആ രീതിക്കാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ അവസാനം പറയുന്നുണ്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തന്നെയാണ് സംസാരിക്കുന്നതെന്ന്.
എസ് അഭിജിത്തുമായിട്ട് ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അത് ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, ബട്ട് ഇയാൾ ഈ പറയുന്നത് ബ്ലണ്ടറാണ്. കമോൺ. തൊപ്പി ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊരു ഇന്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് വന്ന കമന്റ് ആണിത്. തൊപ്പിയുടെ മയക്കുമരുന്ന് അന്വേഷണം ഹവാലയിലേക്കാണ് വിരൽ. തൊപ്പിയുടെ കേസ് ഓർമ്മയുണ്ടല്ലോ, അതിന്റെ കൂടെ വന്ന ഒരു കേസ് കൂടെ ഉണ്ട്, അധികമാരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതാണ് ആ കേസ്. മയക്കുമരുന്ന് കേസിന് പിന്നാലെ അന്വേഷണം ഹവാല ഇടപാടുകളിലേക്കും കടക്കുകയാണ്. ഇതുപോലത്തെ ഗാംബ്ലിംഗ് ആപ്പുകളൊന്നും ഇന്ത്യയിൽ ലീഗൽ അല്ലാത്തതുകൊണ്ട് തന്നെ നേരായ മാർഗത്തിലൊന്നും പേയ്മെന്റ് ലഭിക്കുന്നില്ല. ഈ ഒരു വീഡിയോയിൽ നിന്നാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം തുടങ്ങുന്നത് തന്നെ. എസ് അഭിജിത്ത് ഈ ഒരു കമന്റ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു. അപ്പോൾ അത് കണ്ട ശേഷം അമലിന്റെ സെക്കൻഡറി ചാനലിലാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ സെക്കൻഡറി ചാനലിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഇപ്പം ഞാൻ കയറി നോക്കിയിട്ട് ആ വീഡിയോ കാണാനില്ല. അത് എന്ത് ചെയ്താന്തോ, അർച്ചീവ് ചെയ്തോ മുക്കിയോ ഒരു ഐഡിയ ഇല്ല. പുള്ളിക്കാരൻ്റെ മെയിൻ അക്കൗണ്ടിൽ കയറി നോക്കി, സെക്കൻഡറി അക്കൗണ്ടിൽ കയറി നോക്കി, ഇൻസ്റ്റാഗ്രാമിലും 2 അക്കൗണ്ടുണ്ട്. ഈ 2 അക്കൗണ്ടിൽ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, അതിലൊന്നും കാണാനില്ല. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ ലീച്ച് ക്രിയേറ്റർ, അതായത് അമൽ എന്ന് പറയുന്ന ലീച്ച് ക്രിയേറ്റേഴ്സ് എന്നും പറഞ്ഞ് ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വീഡിയോസ് എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന, അതായത് ഞാനൊക്കെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ചാനൽ, ഇഷ്ടംപോലെ റിയാക്ടിങ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു ഭയങ്കര ഘോര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചാനലൊന്നുമില്ല, ഞാൻ ഈ ഇടയ്ക്കാണ് തുടങ്ങിയത് ചാനലൊക്കെ. അതിൽ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ചാനൽസ് കൂടി വരുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കുന്ന പ്രസംഗമൊക്കെ ആയിരുന്നു അതിൽ. ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, റിയാക്ഷൻ ചാനൽ ആരും, ഇപ്പം ഞാൻ തന്നെ ആരും ഇങ്ങനെ കൊണ്ടിരുത്തി കാണിക്കുന്നില്ല. ആരെയും എൻ്റെ വീഡിയോ കണ്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരെയും കൊണ്ടിരുത്തി കാണിക്കുന്നില്ല. വേണമെന്നുള്ളവർ കാണുക. അതിന് പുള്ളിക്കാരൻ എന്താണ് ഇത്ര പ്രശ്നമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അന്ന് ആ വീഡിയോയ്ക്കകത്ത് ഒരു സംഭവം പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അത് കാണിച്ചു തരാം. എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഈ റിയാക്ഷൻ ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല, ഞാനും ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഞാനും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വല്ലപ്പോഴൊക്കെ ആവാം. ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഭയങ്കര വൃത്തികെട്ടൊരു പരിപാടിയാണ്. കണ്ടില്ലേ, റിയാക്ഷൻ ആവാം, വല്ലപ്പോഴും ആവാം. പിന്നെ റിയാക്ഷൻ ചാനലിൽ എന്തോന്നാണ് ബ്രോ ചെയ്യാനുള്ളത്? എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അന്ന് അങ്ങനെയാണ് തോന്നിയത്. റിയാക്ഷൻ ചാനൽ ആവശ്യമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവുക. അതിന് ഇങ്ങനെ മെഴുകിയിട്ട് എന്ത് കാര്യമാണ്? അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, അങ്ങനെ അമൽ ഗോപു അതിനടുത്ത് വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അഭിജിത്ത് തിരിച്ചൊരു റിയാക്ഷൻ ചെയ്തായിരുന്നു. നമുക്ക് ആ വീഡിയോ എന്തായാലും കാണാം. ഗാംബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ അലവലാദികളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഉടായ്പകളെല്ലാം പൊക്കിയെടുക്കലാണ് പുള്ളിയുടെ പരിപാടി. അതെ ഗോംബ്രോ, അതുപോലൊരു അലവലാദിയും കൂടെ പൊക്കിയെടുത്തിട്ടുണ്ട്, കാണിക്കട്ടെ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും പ്രോബോ എന്താണെന്ന് ഒരു വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു. അതിപ്പോ ലാഭായല്ലോ. ഗാഡ്ജറ്റ്സ് 1 മലയാളം അഥവാ അമൽ ഗോപാൽ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ കൊള്ളാം. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇത് കാണുക. അത്യാവശ്യം അറിവുണ്ട്. 2-3 തവണ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് സ്കോട്ട്ലൻഡ് ടു വിൻ ദ മാച്ച് വേഴ്സസ് സിംബാബ്വെ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നിങ്ങൾക്ക് എസ് വേണമെങ്കിലും കൊടുക്കാം, നോ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ 10 രൂപ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 61 രൂപ, നിങ്ങൾ പ്രെഡിക്ട് ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 61 രൂപ കിട്ടും. കണ്ടില്ലേ എത്ര സിമ്പിൾ ആയിട്ടാണ് ബെറ്റിംഗ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അമല്. പ്രോബോ ഒരു ബെറ്റിംഗ് ആപ്പാണ്. കറക്റ്റായി പറഞ്ഞാൽ മൈക്രോ ബെറ്റിംഗ്, സ്പോർട്സ് ബെറ്റിംഗ് തൊട്ട് ഈവൻ ബെറ്റിംഗ് വരെ ഉണ്ട് പ്രോബോയിൽ. ഫുട്ബോൾ മാച്ചസിൽ ആര് ജയിക്കും എന്ന് ബെറ്റ് ചെയ്യാം. ചോദിച്ചു വാങ്ങിച്ച പണിയാണ് ബ്രോ, അല്ലാതെ ഞാനെന്താ പറയാനാണ്. അമൽ ഗോപു ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ അന്ന് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ്റെ സംസാരം. അതിന് ഞാൻ പല ഇതിലും ക്ഷമ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, നല്ല കാര്യം ബ്രോ. പക്ഷെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നതായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ അമൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലീച്ച് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ സെക്കൻഡറി ചാനലിൽ. അതിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ ലീച്ച് ക്രിയേറ്റേഴ്സ് ബാക്കിയുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നവർ എന്ന രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. വീഡിയോ അതായത് ഞാൻ ഇപ്പോൾ ചെയ്യും പോലെ ക്യാമറ ഓണാക്കുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു എന്ന രീതിക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. സംസാരിക്കുക മാത്രമല്ല, നമ്മൾ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുകയാണ്. അതായത് റിയാക്ഷൻ ചെയ്യുന്നവർ പേഴ്സണൽ ഗ്രഡ്ജാണ് അവിടെ തീർക്കുന്നത് എന്ന രീതിക്കാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. ആ ഒരു വീഡിയോ എൻ്റെ ഉണ്ട്, ഞാൻ എന്തായാലും അത് പ്ലേ ചെയ്യാം. സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാതെയും സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാതെയും ഒരു ക്യാമറ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ ഓണാക്കി സംസാരിക്കുക. എന്തിനെ കുറിച്ച് സംസാരിക്കുക? മറ്റുള്ള ഒരാളുടെ കണ്ടന്റിനെ കുറിച്ചിട്ടും പൊതുവെ നടക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചിട്ടും മറ്റൊരാളുടെ വീട്ടിലെ വിഷയങ്ങളെക്കുറിച്ചിട്ടും മറ്റൊരാളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ചിട്ടും ഒക്കെ ഇവർ സംസാരിക്കും. ഇവർ എന്താണ് പ്രശ്നം ഉണ്ടായത് എന്ന് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സണൽ ഗ്രഡ്ജൊക്കെയാണ് പലയിടത്തും
പലരും പറയുന്നത്. കണ്ടല്ലോ, പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുകയാണെന്ന്. ഇനി ഞാൻ ഒരു ക്ലിപ്പും കൂടെ കാണിച്ചു തരാം. കോണ്ടെക്സ്റ്റ് ഞാൻ തരാം. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് അമലെ, പേഴ്സണൽ ഗ്രഡ്ജ് ആണോ? പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ്. കാരണം അന്ന് സ്ട്രീമർമാർക്ക് കിട്ടുന്നത് ഹവാല ബ്ലാക്ക് മണി ആണ് എന്ന് പറഞ്ഞിട്ട് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ അഭിജിത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലുണ്ടായിരുന്നു. അതിന് താഴെ പോയി ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്തു, അത് സ്ട്രീമേഴ്സിന് കിട്ടുന്നത് അങ്ങനെ ബ്ലാക്ക് മണി മാത്രമല്ല, പുള്ളിക്കാരൻ ആ വീഡിയോ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ആ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, ആളുകളെ മിസ്ഗൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ പോയി ഒരു 5 കമൻറ്റ് ചെയ്തു. കണ്ടില്ലേ, ഇപ്പൊ ആരാണ് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്നത്? നമ്മളാണോ നിങ്ങളാണോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് കമന്റിന്റെ പേരിലാണ്. കമന്റിന്റെ പേരിലാണ് എസ് അഭിജിത്തും അമൽ ഗോപുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തന്നെ. പക്ഷേ പുള്ളിക്കാരൻ ഇതിൽ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിന്റെ ക്ലിപ്പിംഗ്സ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വീഡിയോ പുള്ളിക്കാരൻ മുക്കിയിട്ടുണ്ടെന്ന്. അത് ഈ കമന്റ്സിന് റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. അതെന്തായാലും ചാനലിലില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പുള്ളിക്കാരൻ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല. അതായത് അമൽ എന്ന് പറയുന്ന അമൽ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, എനിക്കതിനുള്ള സമയമില്ല. ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ട് മാത്രമാണ് വന്ന് നിന്ന് സ്ട്രീമേഴ്സിനെ സപ്പോർട്ട് ചെയ്തത്. ഞാനും ഒരിക്കലും പറയുന്നില്ല സ്ട്രീമേഴ്സിന് കിട്ടിയതെന്ന് എല്ലാം കള്ളപ്പണമാണെന്ന്. ലീഗലി കിട്ടുന്ന പണങ്ങളും ഉണ്ട്. പക്ഷേ ആ ഇന്റർവ്യൂ, അതായത് എസ് അഭിജിത്തിന്റെ ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന്. ബ്രോ, അമൽ ബ്രോ, ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്, അത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ എവിടെന്നെങ്കിലും കുറച്ച് ക്ലിപ്പിങ്സ് കട്ട് ചെയ്തെടുത്ത് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാതിരിക്കുക. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല എസ് അഭിജിത്ത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ, അതായത് ആ മുഖ്യ വീഡിയോ തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്, ഞാനായിട്ട് വീഡിയോ ചെയ്തതല്ല, എന്നെ ഇതിലോട്ട് വലിച്ചിട്ടതാണെന്ന്. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് പോയി കമന്റ് ഇട്ട് അങ്ങോട്ട് ആ പുള്ളിക്കാരനെ ചൊറിഞ്ഞിട്ട് സ്വന്തമായിട്ട് വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് എന്നെ ഇതിലോട്ട് വലിച്ചിട്ടതാണെന്ന്. അമൽ പറഞ്ഞതാണ് ആ വീഡിയോയിൽ. ആ വീഡിയോ എങ്ങും കാണാനില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ക്ലിപ്പിങ്സ് ഇവിടെ വെച്ച് തരായിരുന്നു. പിന്നെ റിയാക്ഷൻ ചാനൽസിനോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ റിയാക്ഷൻ ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ല, ഞാനും ചെയ്തിട്ടൊക്കെ ഉണ്ട്, വല്ലപ്പോഴൊക്കെ ആവാം.